80% വരുന്ന ഹിന്ദു സമൂഹത്തിനെ സന്തോഷിപ്പിക്കുകയും ബാക്കി 20% വരുന്ന ന്യൂനപക്ഷ ജിഹാദി സമൂഹങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടി നമ്മുടെ നരേന്ദ്രമോദിജി സ്വീകരിച്ചിരിക്കുന്നു. അതായത് ഗ്യാസിൻ്റെ വില ഒറ്റയടിക്ക് നമ്മൾ സാധാരണ നാട്ടിൻപുറത്തൊക്കെ വസ്തുവില കൂടുന്നത് പോലെ ഒറ്റ കൂട്ടക്കം കണ്ണു അടച്ചുകൊണ്ട് അത് കൂട്ടിയിട്ടതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ ഗ്യാസ് വാങ്ങുന്ന ജിഹാദികളും ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടാത്തവരും കുടിയേറ്റക്കാരും ഒഴികെയുള്ള സനാതനികൾക്കും ദേശീയവാദികൾക്കും ഈ വർധനവ് ബാധകമാകുന്നതല്ല എന്ന് മാത്രമല്ല, ഈ വർധനവിനെ തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങൾക്കോ ഭക്ഷണ വസ്തുക്കൾക്കോ വിലക്കയറ്റമുണ്ടായാൽ എല്ലാവരും പോക്കറ്റിൽ നിന്ന് ആ സനാതന കാർഡെടുത്ത് കാണിച്ചാൽ അവർക്ക് ഒരാശ്വാസവും ഒരാഹ്ലാദവും ആമോദവും ലഭിക്കത്തക്ക നിലയിലുള്ള സംഗതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ കുറ്റിക്കും വാണിജ്യ കുറ്റിക്കും 5 കിലോ കുറ്റിക്കും റോക്കറ്റ് പോലെ വില കൂട്ടിയിട്ടുണ്ട്. ഈ വില കൂട്ടും എന്ന് പറഞ്ഞൊരാൾ സാമൂഹ്യ മാധ്യമത്തിലുണ്ട്, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഫ്രെയിമിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. രാഹുൽ ഗാന്ധി ഇലക്ഷൻ തീർന്ന അന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു, ഇലക്ഷൻ റിലീഫ് ഈസ് ഓവർ, ഇലക്ഷൻ ഇളവുകൾ അവസാനിച്ചു, ഹീറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് റെഡി, വിലക്കയറ്റത്തിൻ്റെ നാണയപ്പെരുപ്പത്തിൻ്റെ ചൂട് അതിൻ്റെ ആവി അത് റെഡിയായി കഴിഞ്ഞു. സി ആഫ്റ്റർ 29th April പെട്രോൾ ഡീസൽ എവറിത്തിങ് വിൽ ബി എക്സ്പെൻസീവ്. ഏപ്രിൽ 29 കഴിഞ്ഞാൽ പെട്രോളും ഡീസലും എല്ലാം വില കൂടുകയായിരിക്കും, ചിലവേറിയതായിരിക്കും. വെൻ ഓയിൽ വാസ് ചീപ്പ് മോഡി ഗവൺമെൻറ് കെപ്റ്റ് ഇറ്റ് പ്രോഫിറ്റ്. ഓയിൽ വില, അതായത് ബാരലിൻ്റെ വില 90, 87, 75 ഒക്കെ വന്ന ഘട്ടങ്ങളിൽ അതിൻ്റെ ലാഭം വളരെ ഫലപ്രദമായി മോഡി സർക്കാർ സൂക്ഷിച്ചു. ഇപ്പോൾ നൗ എക്സ്പെൻസീവ് ദെൻ ദ ബർഡൻ വിൽ പുട്ട് ഓൺ യു. ഇപ്പം അതിൻ്റെ വില അല്പം വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ഭാരം നിങ്ങളുടെ മുകളിലേക്ക് ഇടുകയാണ്. ഗവൺമെൻറ് ലൂട്ടിംഗ് ചീപ്പ് ജസ്റ്റ് ഇൻഫ്ലേഷൻ ടു പബ്ലിക് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അത് കഴിഞ്ഞ ദിവസം, ഇത് 4-5 ദിവസങ്ങൾക്ക് മുമ്പിട്ടതാണ്, കഴിഞ്ഞ ദിവസം അദ്ദേഹം പോസ്റ്റ് ഇട്ടു, ഇറ്റ് വാസ് സെഡ് ആഫ്റ്റർ ദ ഇലക്ഷൻ ദ ഹീറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വിൽ കം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങുമെന്ന്. ടുഡേ കൊമേഴ്സ്യൽ ഗ്യാസ് സിലിണ്ടർ കോസ്റ്റ്ലി 993, ദ ബിഗ്ഗസ്റ്റ് ഹൈക്ക് ഇൻ എ സിംഗിൾ ഡേ. ദിസ് ഈസ് ദ ഇലക്ഷൻ ബിൽ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റ വിലവർദ്ധനവിൽ ഏതാണ്ട് 1000 രൂപ വാണിജ്യ സിലിണ്ടറിന് കൂട്ടുന്നത്. ഇത് കൂട്ടുന്നതോടുകൂടി എന്താ സംഭവിക്കാൻ പോകുന്നത്? എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും വില കൂടും, ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടും. കാരണം ഇതെല്ലാം LPG വാണിജ്യ കുറ്റി ഉപയോഗിച്ചാണ്. ഇനി ഒരിക്കലും ഈ വില കുറയുകയുമില്ല. ഫ്രം ഫെബ്രുവരി ടിൽ നൗ റുപ്പീസ് 1380 ഇൻക്രീസ്, 81% ഇൻക്രീസ് ഇൻ ജസ്റ്റ് 3 months. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇതുവരെ 81% വർധനവ്. അതായത് പകുതിയിലേറെ എന്നല്ല, 75%-ലേറെ വിലയാണ്. 1380 രൂപയുടെ വർധനവാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്. ചായവാല, ദബ്ബ, ഹോട്ടൽ, ബേക്കറി, ഹൽവായ്, എവ്രി വൺസ് കിച്ചൺ ബേർഡൻ ഇൻക്രീസ്ഡ് ആൻഡ് ഇറ്റ് വിൽ എഫക്റ്റ് യുവർ പ്ലേറ്റ് ടു. ചായ ഉണ്ടാക്കുന്നവരും ദബ്ബ നടത്തുന്നവരും ഹോട്ടൽ നടത്തുന്നവരും ഹൽവ ഉണ്ടാക്കുന്നവരുടെയും എല്ലാം അടുക്കളയിൽ ഇതിൻ്റെ ഭാരമുണ്ടാകും. ആ അടുക്കളയിൽ ഉണ്ടാകുന്ന ഭാരം നിങ്ങളുടെ പ്ലേറ്റിലേക്കും വരും. ഫസ്റ്റ് സ്ട്രൈക്ക് ഓൺ ഗ്യാസ്, നെക്സ്റ്റ് ഓൺ പെട്രോൾ ആൻഡ് ഡീസൽ. ആദ്യത്തെ ഹിറ്റ് ഗ്യാസിൽ അടിച്ചെന്നേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പുറത്താണ്. അതെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പുറത്ത് കുറഞ്ഞത് 25-30 രൂപയുടെ വർധനവ്, അതായത് എറൗണ്ട് 30%, 40% വർധനവാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ഇലക്ഷന് മുമ്പ് അങ്ങനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം തന്നെ കുറിപ്പിറക്കിയത്രേ ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞ്. അപ്പോഴും ഈ ബാരലിൻ്റെ വില പണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 67 രൂപയ്ക്ക് നൽകിയിരുന്ന പെട്രോളിന് തുല്യമായ വില മാത്രമേ ബാരലിൻ്റെ വില എത്തിയിട്ടുള്ളൂ. ഏതാണ്ട് 125 മറ്റോ ആണ് എത്തിയിട്ടുള്ളത്. പക്ഷേ വില വർധനവ് ഇത്രയും കൂടുതലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമാക്കി തമ്മിലടിപ്പിച്ച് വർഗീയത പറഞ്ഞ് വിദ്വേഷം പറഞ്ഞ് ഒരു നാട്ടിൽ ജനങ്ങളെ അബോധാവസ്ഥയിലാക്കുന്നതിന് പകരം അവർക്ക് ജീവിക്കാൻ സുഖകരമായ സന്തോഷകരമായ അവസ്ഥ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് ചെയ്തു കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിലവർധനവിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണ്.
എന്താ കാര്യം? ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. 80% പേര് അവരാണ് ഈ പറഞ്ഞ ഹോട്ടലുകളിലൊക്കെ ചെന്ന് ഈ വില കൊടുത്ത് സാധനം വാങ്ങിച്ച് കഴിക്കേണ്ടത്, ഈ വില കൊടുത്ത് കുറ്റി വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടത്. സാക്ഷാൽ നമ്മുടെ പെട്രോളിയം പ്രകൃതിവാതക ഗ്യാസ് മന്ത്രി എന്ന ആകെ പത്രക്കാർ ചോദിക്കുമ്പോൾ മാത്രം പുറത്തറിയുന്ന സുരേഷ് ഗോപി സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ ഉത്തരവാണ് ശരി. നിങ്ങൾ ലോകത്തെല്ലായിടവും ഒന്ന് അന്വേഷിക്കും, ഇതിൻ്റെ വില എല്ലായിടവും ഒന്ന് അന്വേഷിച്ചിട്ട് വാ, അപ്പോൾ നിങ്ങൾക്കൊരു സുഖം കിട്ടും. അതുകൊണ്ട് ഏതായാലും നമ്മൾ ലോകോത്തരമാകാൻ പോവുകയാണ്. അത് ഈ രൂപയുടെ വിനിമയ നിരക്കിലോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസിലോ മറ്റൊന്നുമല്ല, ഇന്ധനവിലയിൽ നമ്മൾ ലോകത്തെ മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണെന്നാണ് സുരേഷ് ഗോപി സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജയ് ഹിന്ദ്.